ഓൺ. അതാണ് ഏറ്റവും ഒടുവിലത്തെ അപ്ഡേറ്റ്. എന്തായാലും നേരത്തെ മുതൽ തന്നെ ഈ ദൗത്യസംഘം എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് മുൻപ് ഒരു 11 മണിയോടെയാണ് ഈ ആനയുടെ സിഗ്നലുകൾ ആ മേഖലയിൽ നിന്ന് ബാവലി സെക്ഷനിലെ വനമേഖലയിൽ നിന്ന് ലഭിച്ചു തുടങ്ങിയത്. ചെമ്പകപ്പാറ എന്ന സ്ഥലത്താണ് ആനയുടെ സിഗ്നലുകൾ ലഭിച്ചത്. അത് കഴിഞ്ഞ അല്പസമയത്തിനകം തന്നെ ഈ വാച്ചർമാരും ട്രാക്കർമാരും ആനയെ നേരിട്ട് ആ മേഖലയിൽ കാണുകയും ചെയ്തു. ഏറെ നേരം അവരുടെ ഒരു നിരീക്ഷണത്തിൽ തന്നെയാണ് ആന ഉണ്ടായിരുന്നത്. എന്തായാലും ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് ദൗത്യസംഘം ഈ ആനയ്ക്ക് അടുത്ത് എത്തിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന വിവരം. എന്താണെങ്കിലും ഈ വെയിലിന്റെ ചൂട് മാറിക്കഴിഞ്ഞാൽ മയക്കുവെടി വെക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ദൗത്യസംഘം കടക്കുമെന്ന ഉച്ചയ്ക്ക് തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്തായാലും ഇപ്പോൾ സമയം 3:30 ഇനിയിപ്പോൾ വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. കാരണം ഇരുട്ടാകുന്നതിന് മുൻപ് ഈ കാര്യങ്ങൾ ചെയ്യുകയും വേണം. ആനയെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതടക്കം വനത്തിൽ നിന്ന് പുറത്തെത്തിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ ഇരുൾ വീഴുന്നതിന് മുൻപ് പൂർത്തിയാക്കണം. കാരണം മാനന്തവാടിയിലേതുപോലെ ഒരു തുറന്ന സ്ഥലമല്ല, ജനവാസ മേഖലയല്ല, ഇത് വനത്തിനകത്താണ്. അതുകൊണ്ട് രാത്രി വൈകിയൊന്നും ആനയെ അവിടെ നിന്ന് പുറത്തെത്തിക്കാൻ കഴിയില്ല. മറ്റ് വന്യമൃഗങ്ങളും കാട്ടാനകളും ഒക്കെയുള്ള മേഖലയാണ്. അതുകൊണ്ട് 6:30 മുമ്പ് പൂർണ്ണമായും ഈ ആനയെ വനത്തിന് പുറത്തെത്തിച്ച് ഇവിടെ നിന്ന് മാറ്റേണ്ട ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് സമയം വളരെ പ്രധാനപ്പെട്ടതാണ് ആര്യ. സമയം വളരെ പ്രധാനപ്പെട്ടതാണ്. മറ്റൊരു കാര്യം കൂടി കമൽ, ഈ വാഹനങ്ങൾക്കൊക്കെ ഇപ്പോൾ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ആ മേഖലയിൽ. വാഹന നിയന്ത്രണം അല്പസമയം മുമ്പ് പോലീസ് ഒഴിവാക്കിയിട്ടുണ്ട്. എന്തായാലും നേരത്തെ ഉണ്ടായിരുന്ന നിയന്ത്രണം ഇപ്പോഴില്ല. ഒരു പക്ഷേ ഏത് നിമിഷവും നടക്കുമെന്നൊരു സാഹചര്യത്തിൽ വീണ്ടും ആ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ടോ? ഇപ്പോൾ നിലവിൽ നിയന്ത്രണമില്ല. വാഹനങ്ങൾ ഇതുവഴി കൃത്യമായി പാസ് ചെയ്യുന്നുണ്ട്. ശരി, മറ്റെന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ കമൽ? ഇപ്പോൾ ഏറ്റവും അവസാനം ഫെലിക്സ് പറഞ്ഞപ്പോൾ വളരെ അടുത്തെത്തിയിട്ടുണ്ടായിരുന്നു ദൗത്യസംഘം ഈ മോഴയാനയുടെ. അത് സംബന്ധിച്ച് കൃത്യമായൊരു വിവരം നമുക്ക് ദൗത്യസംഘത്തിന്റെ ഭാഗത്തു നിന്ന് ലഭിച്ചിട്ടില്ല. കാരണം ഇത് ഉള്ളിലാണ് നടക്കുന്നത്. റോഡിൽ നിന്നും ഏതാണ്ട് 3 കിലോമീറ്ററോളം ഉള്ളിലാണ് ഈ ദൗത്യം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ നിന്നുള്ള വിവരങ്ങൾ കൃത്യമായി നമുക്ക് ലഭ്യമായിട്ടില്ല ആര്യ.